കൊച്ചിയിലെ ഇടപ്പള്ളി ചെങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനം തുടരുകയാണ്. ഭീകരവാദികളുടെ വെടിയേറ്റ പകൽഗാമിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രൻ്റെ അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് നൂറുകണക്കിന് ആളുകൾ. രാവിലെ 7 മണിക്ക് തന്നെ നൂറുകണക്കിന് ആളുകൾ ഈ ചെങ്ങമ്പുഴ പാർക്കിൽ എത്തിയിരുന്നു. നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപക്ഷെ രാമചന്ദ്രനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞവർ, ഒരിക്കലും അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആളുകൾ, ദുഃഖം താങ്ങാനാകാത്ത അയൽവാസികൾ, ഒരുപക്ഷെ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ നേരിട്ട് പരിചയമുള്ള ആളുകൾ, ജഡ്ജിമാർ, ഗവർണേഴ്സ്, രാഷ്ട്രീയ നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാവ്, മന്ത്രിമാർ, അങ്ങനെ ഒരുപാട് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സ്വാന്തന വാക്കുകൾ കേൾക്കുമ്പോഴും ആരതി എന്ന മകൾക്കും അതേപോലെ തന്നെ ഷീല എന്ന ഭാര്യയ്ക്കും ദുഃഖം താങ്ങാൻ കഴിയുന്നില്ല എന്ന് നമുക്കറിയാം. ഇങ്ങനെയൊരു വിടപറച്ചിൽ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് കരുതിയിരുന്നില്ല. നിരപരാധിയായ ഒരു മനുഷ്യൻ്റെ നേരെയാണ് ഈ തീവ്രവാദി നിറയൊഴിച്ചത് എന്നുകൂടി മനസ്സിലാക്കുക. കാശ്മീരിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പഹൽഗാമിലെത്തിയ ഇവർക്ക് നേരെ പോയിൻറ്റ് ബ്ലാങ്ക് റേഞ്ചിൽ നിന്ന് നിറയൊഴിച്ച് ഒരു ജീവിതം ഇല്ലാതാക്കി കളഞ്ഞു ഈ നരാധമന്മാരായ തീവ്രവാദികൾ. എത്ര ആഷ്മിയൊക്കെ പറയുന്നത് പോലെ ഒരു മാപ്പും അർഹിക്കാത്ത മനുഷ്യജന്മമാണ് ഇവരെന്ന് വേണമെങ്കിൽ പറയാം. പിറവി കൊണ്ടത് തന്നെ മറ്റു മനുഷ്യർക്ക് വിനാശമുണ്ടാക്കാനാണ് എന്നുള്ള ചിന്തയിൽ പിറവിയെടുത്ത ജന്മങ്ങളുടെ പ്രതിഫലനമായിരുന്നു അവിടെ പകൽഗാമിൽ നമ്മൾ കണ്ടത്. പകൽഗാമിലേക്ക് നടത്തിയ വിനോദയാത്ര ഇവരുടെ ജീവിതം കെടുത്തിക്കളയും എന്നൊരിക്കലും വിചാരിച്ചിരുന്നില്ല. ദിലീപ് കുമാർ, നമ്മുടെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ദിലീപ് കുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ദിലീപ്, ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും ദുഃഖാകുലമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നിസ്സഹായനായ ഒരു മനുഷ്യൻ തീവ്രവാദിയുടെ തോക്കിന് ഇരയായ ഒരവസ്ഥ, വേദന വിങ്ങുന്ന ഹൃദയത്തോടെ അവിടെ ഇരിക്കുന്ന അമ്മയും മകളും മകനും, ഇവർക്കൊക്കെ ഇതൊക്കെ എങ്ങനെ താങ്ങാൻ കഴിയും എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. SKN കേരളത്തിൻ്റെ സ്നേഹപ്രണാമമാണ് ഇപ്പോൾ ചങ്ങമ്പുഴ പാർക്കിൽ, കൊച്ചി ഇടപ്പള്ളിയിലെ ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന രാമചന്ദ്രൻ്റെ മൃതദേഹത്തിൽ ഇപ്പോൾ നിരവധി പേർ നാടൊന്നാകെ ആദരാഞ്ജലി അർപ്പിക്കുന്ന കാഴ്ചകളാണ്, ഹൃദയഭേദകമായ കാഴ്ചകളാണ്. രാമചന്ദ്രൻ്റെ കുടുംബം, ഉറ്റ ബന്ധുക്കൾ, നാട്ടുകാർ, അദ്ദേഹത്തെ ഏറ്റവും അടുത്തറിയാവുന്നവർ, അടുത്തറിഞ്ഞില്ലെങ്കിലും ഈ വാർത്തയിലൂടെ ഈ സംഭവത്തിന് പിന്നാലെ കേട്ടറിഞ്ഞെത്തിയവർ, അങ്ങനെ ഒരു വലിയ ജനസഞ്ചയം ഇപ്പോൾ കൊച്ചിയിൽ ഇടപ്പള്ളിയിലെ ചങ്ങമ്പുഴ പാർക്കിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ, ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, സംസ്ഥാന നിയമമന്ത്രി P രാജീവ്, എറണാകുളം MP ഹൈബി ഈഡൻ തുടങ്ങിയവർ നേരത്തെ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. രാജ്യം ഭീകരതയ്ക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ പറഞ്ഞു. രാജ്യം ഒന്നടങ്കം, രാജ്യം ഒറ്റക്കെട്ടായി ഈ ഭീകരതയെ ചെറുത്തു തോൽപ്പിക്കും. ഇപ്പോൾ ഈ കടന്നുപോകുന്ന നിമിഷങ്ങൾ രാജ്യത്തിൻ്റെ ഐക്യത്തിൻ്റേതാണ് എന്ന കാര്യവും ഗവർണർ രാജേന്ദ്ര അർലേക്കർ അദ്ദേഹം ആദരാഞ്ജലി അർപ്പിച്ചതിനു ശേഷം പറഞ്ഞു. ഇപ്പോൾ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന മൃതദേഹത്തിൽ ആയിരങ്ങളാണ് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരിക്കുന്നത്, ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ നൊമ്പരമായി മാറിയ രാമചന്ദ്രന് കേരളം ഇപ്പോൾ സ്നേഹപ്രണാമം അർപ്പിക്കുകയാണ്. ഇതിനുശേഷം കൊച്ചി മങ്ങാട്ട് റോഡിലുള്ള വസതിയിലെത്തിക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് ഇടപ്പള്ളി ശാന്തികവാടം ശ്മശാനത്തിൽ സംസ്കരിക്കാനാണ് നിലവിലെ തീരുമാനം. സംസ്കാരത്തിന് ശേഷം 12:30 ചങ്ങമ്പുഴ പാർക്കിൽ അനുശോചന യോഗം നടക്കും. ഇന്നലെയും രാമചന്ദ്രൻ്റെ വീട്ടിലേക്ക് നിരവധി പേരെത്തിയിരുന്നു, സംസ്ഥാന മന്ത്രിമാരെത്തിയിരുന്നു, രാഷ്ട്രീയ നേതാക്കളെത്തിയിരുന്നു. ഇതുകൂടാതെ തന്നെ ഈ കേട്ടറിഞ്ഞെത്തിയ ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയ വലിയൊരു ജനക്കൂട്ടം ഇന്നലെയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇടപ്പള്ളിയിലെ ചങ്ങമ്പുഴ പാർക്കിൽ വെച്ചിട്ടുള്ള മൃതദേഹത്തിൽ രാമചന്ദ്രൻ്റെ മൃതദേഹത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാനെത്തുന്നവരുടെ നിര ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. നീണ്ട നിരയാണ് ഇവിടെയുള്ളത്. വലിയ ജനക്കൂട്ടമാണ് ഇടപ്പള്ളിയിൽ ചങ്ങമ്പുഴ പാർക്കിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നത്. കുടുംബത്തോടൊപ്പമാണ് അദ്ദേഹം പഹൽഗാമിലേക്ക് പോയത്, ഈ ബൈസാരൻ താഴ്വരയിലേക്ക് പോയത്. മകൾക്കും കൊച്ചുമക്കൾക്കും ഒപ്പം അദ്ദേഹം പോയത്. ഇവരുടെ മുന്നിലിട്ടാണ്, മകളുടെ മുന്നിലിട്ടാണ് രാമചന്ദ്രനെ ഭീകരർ വെടിവെച്ചു കൊന്നത്. അതിൻ്റെ ഞെട്ടൽ ഇപ്പോഴും കുടുംബത്തിന് മാറിയിട്ടില്ല. പക്ഷേ അസാമാന്യ ധൈര്യമാണ് മകൾ ആരതി പ്രദർശിപ്പിച്ചത്. ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അത് പറയുമ്പോൾ പോലും ആ വേദന കടിച്ചമർത്തിക്കൊണ്ട് തൻ്റെ പിതാവിൻ്റെ അവസാന നിമിഷങ്ങൾ, ഭീകര ആക്രമണത്തെക്കുറിച്ചൊക്കെ മാധ്യമങ്ങളോട്
വിവരിക്കുമ്പോഴും ഈ കാണിച്ചിട്ടുള്ള അസാമാന്യ ധീരതയെയും കേരളത്തിന് മറക്കാൻ കഴിയുന്നതല്ല. ഇപ്പോൾ കേരളത്തിൻ്റെ ആദരാഞ്ജലി, കേരളത്തിൻ്റെ അന്ത്യപ്രണാമം ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ വെച്ചിട്ടുള്ള മൃതദേഹത്തിൽ, എൻ രാമചന്ദ്രൻ്റെ മൃതദേഹത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാനെത്തുന്ന നീണ്ട നിര, അത് ഇപ്പോഴും ഇത് നേരത്തെ നിശ്ചയിച്ച സമയത്തിൽ നിന്ന് ഈ മറ്റ് ചടങ്ങുകൾ, അതായത് 9:30 മങ്ങാട്ട് റോഡിലെ വീട്ടിലേക്ക് എത്തിക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയ ജനസഞ്ചയത്തിന് അവർക്കിപ്പോഴും അതിലൊരു വലിയ ഭാഗം ഇപ്പോഴും ഈ ആദരാഞ്ജലി അർപ്പിക്കാനായി കാത്തു നിൽക്കുകയാണ്, വരിയിൽ നിൽക്കുകയാണ്. അവരെ വരിയായാണ് ഇപ്പോൾ കടത്തിവിടുന്നത്, ഒറ്റ വരിയായി കടത്തിവിടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഈ ആളുകൾക്ക് പുറത്തേക്ക് പോകുന്നതിനുള്ള ക്രമീകരണമൊക്കെ പോലീസും അധികൃതരുമൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഈ മൃതദേഹത്തിന് സമീപം ആരെയും കൂടുതൽ സമയം നിർത്തുന്നില്ല. അവർക്ക് പെട്ടെന്ന് കണ്ടു മടങ്ങുക എന്നുള്ളതാണ്. കാരണം അത്രയേറെ ജനക്കൂട്ടമാണ് അവിടെ എത്തിയിട്ടുള്ളത്. ആ നിലയിലുള്ള ക്രമീകരണങ്ങളൊക്കെ പോലീസും ജില്ലാ ഭരണകൂടവുമൊക്കെ അതോടൊപ്പം തന്നെ നഗരസഭയുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ നിശ്ചയിച്ച ആ സമയക്രമത്തിൽ നിന്ന് മാറി അല്പം കൂടി വൈകിയായിരിക്കും ഇടപ്പള്ളിയിലെ അദ്ദേഹത്തിൻ്റെ മങ്ങാട്ട് റോഡിലെ വസതിയിലേക്ക് എത്തിക്കുക. അതിനുശേഷമായിരിക്കും നിലവിലിപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് 12 മണിക്ക് ഇടപ്പള്ളി ശാന്തികവാടം ശ്മശാനത്തിൽ സംസ്കരിക്കുന്നതിനാണ്. പക്ഷേ ഈ ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയ ജനസഞ്ചയം അവരിപ്പോഴും അവിടെ തുടരുന്നതിനാൽ, അവരുടെ നിര തുടരുന്നതിനാൽ എപ്പോഴാണ് ഇനി ഇവിടെ നിന്ന് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക എന്നതിലുള്ള അനിശ്ചിതത്വം ഇപ്പോഴുമുണ്ട്. പക്ഷേ നാടൊന്നാകെ ഒഴുകിയെത്തിയിരിക്കുകയാണ് ഇവിടെ ഇടപ്പള്ളിയിലെ ചങ്ങമ്പുഴ പാർക്കിലേക്ക് എൻ രാമചന്ദ്രന് വിട നൽകുന്നതിനായി. SK കുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയുന്ന പോലെ 10 ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയാണ് കാശ്മീരിലേക്ക് അദ്ദേഹം പോയത്. അദ്ദേഹത്തിൻ്റെ സഹോദരി രാജലക്ഷ്മി ഹൈദരാബാദിൽ താമസമുണ്ടായിരുന്നു. രാജലക്ഷ്മി കണ്ടതിന് ശേഷമാണ് അവർ കാശ്മീരിലേക്കും പിന്നീട് പഹൽഗാമിലേക്കും എത്തിയത്. ഒന്നിച്ച് യാത്ര ചെയ്തവർ അവസാനം ഒരാൾ ചേതനയേറ്റ ശരീരമായി കേരളത്തിലേക്ക് മടങ്ങി വരേണ്ടി വന്നു എന്നുള്ളത് മറ്റൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. രാജ്യം കണ്ട പുൽവാമയ്ക്ക് ശേഷം രാജ്യം കണ്ട ഏറ്റവും ഭീകരാക്രമണത്തിൻ്റെ ഇരയായി രാമചന്ദ്രൻ മാറുകയായിരുന്നു. ഒരു നടുക്കത്തോടെ മാത്രമേ നമുക്ക് ഈ ചിത്രം, ഈ രംഗങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ കഴിയൂ. ദിലീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അസാധാരണമായ ആത്മധൈര്യമാണ് അദ്ദേഹത്തിൻ്റെ മകൾ ആരതി കാണിച്ചത്. അതായത് തീതുപ്പുന്ന തോക്കിന് മുന്നിൽ കുട്ടികളെയും പിടിച്ചുകൊണ്ട് പൈൻമരങ്ങളുടെ കാടുകളിലേക്ക് ഓടിമറയാൻ അവർ കാണിച്ച ധൈര്യമാണ് ഒരുപക്ഷേ കുട്ടികളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് എന്നുകൂടി നമ്മൾ ഓർമ്മിച്ചെടുക്കുക. എന്ന് മാത്രമല്ല, പിന്നീട് ഇതിൻ്റെ എല്ലാം നടപടിക്രമങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള ചടങ്ങുകൾക്കൊക്കെ തന്നെ ഈ മകൾ തനിച്ചുപോയി. അവിടെ കൂട്ടിന് കിട്ടിയ 2 പേർ മാത്രമാണ് സഹോദരങ്ങളെ പോലെ പെരുമാറിയത് എന്നുകൂടി അവർ പറഞ്ഞു വയ്ക്കുന്നു. മാത്രമല്ല, ഈ അല്ലലും അലച്ചിലും ഈ ദുഃഖവുമൊക്കെ ആയിട്ട് സ്വന്തം അച്ഛൻ്റെ മൃതദേഹവും കിട്ടാനായി ആശുപത്രി വരാന്തയിലൊക്കെ കാത്തു നിൽക്കുമ്പോൾ ഈ 2 കാശ്മീരി സഹോദരങ്ങൾ അവർക്ക് ഒരുപാട് പിന്തുണ നൽകി. വിമാനത്താവളത്തിൽ വരെ അവരെ അനുഗമിച്ചു. അവിടെ നിന്ന് യാത്ര പറയുമ്പോൾ തനിക്ക് കാശ്മീരിൽ 2 സഹോദരന്മാരെ കിട്ടിയെന്ന് പറയാനുള്ള വിശാല മനസ്കത കൂടി ഈ മകൾ ആരതി കാണിച്ചു എന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാ. ഇപ്പോഴും ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഒരു നോക്ക് കാണുവാൻ വേണ്ടി. രാമചന്ദ്രന് വിട ചൊല്ലാൻ എത്തുന്നത്, ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നത് എറണാകുളം ജില്ലയിലുള്ള ആളുകൾ മാത്രമല്ല, മറ്റുള്ള ജില്ലകളിൽ നിന്നും ആളുകൾ വരുന്നുണ്ട്. പൊതുപ്രവർത്തകർ, സാധാരണ ജനങ്ങൾ, രാമചന്ദ്രനെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആളുകൾ, നടുക്കത്തോടെ മാത്രം ഈ ഭീകരാക്രമണത്തെക്കുറിച്ച് കേട്ടറിഞ്ഞവർ, അങ്ങനെ നിരവധി ആളുകൾ, കുടുംബിനികൾ എല്ലാവരും അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് ബന്ധിച്ച് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. കണ്ണീരോർമ്മകളുമായി രാമചന്ദ്രൻ്റെ കുടുംബം അവിടെയുണ്ട്. ദുഃഖം തളം കെട്ടിക്കിടക്കുന്ന അന്തരീക്ഷം, അതുപോലെ കണ്ണീരിൻ്റെ ഉറവ പറ്റാത്ത മനസ്സുമായി അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷീല, അവരൊക്കെ അവിടെ ഉണ്ട്. നമുക്കൊരിക്കലും അവരുടെ മുഖം കാണുമ്പോൾ തന്നെ അവർക്കിതൊക്കെ താങ്ങാൻ ശക്തി കൊടുക്കണമെന്ന് മാത്രമാണ് നമ്മുടെ ചിന്ത. ഇപ്പോൾ റാഫി കരീം കൂടി ഈ ഇടപ്പള്ളിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ചങ്ങമ്പുഴ പാർക്കിൽ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? അണമുറിയാത്ത ജനപ്രവാഹമാണല്ലോ. ഇപ്പോൾ 9:30 മണിക്ക് ഇത് അവസാനിപ്പിക്കേണ്ടിയിരുന്നു. ഇപ്പോൾ 9:44 കഴിഞ്ഞു. ഇനി മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. നീരാഞ്ജനത്തിൽ ബന്ധുക്കൾക്ക് കാണാൻ വേണ്ടി അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി മാറ്റേണ്ടതാണ്. മാമംഗലത്തെ കൊണ്ടുപോകേണ്ടതാണ്. എന്താണിപ്പോൾ പുതിയ തീരുമാനം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്?
SKN പൊതുദർശനം ചെങ്ങമ്പുഴ പാർക്കിലെ പൊതുദർശനം അവസാനിപ്പിക്കുകയാണ്. 9 മണിയോടുകൂടി പൂർത്തിയാക്കേണ്ടതായിരുന്നു ഈ പൊതുദർശനം. കാരണം 7 മണി മുതൽ 9 മണി വരെയുള്ള 2 മണിക്കൂറായിരുന്നു ചെങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനം തീരുമാനിച്ചിരുന്നത്. എന്നാൽ വലിയ ഒരു ജനക്കൂട്ടം ഇങ്ങോട്ട് എത്തി, വലിയ ഒരു ജനപ്രവാഹമായിരുന്നു ചെങ്ങമ്പുഴ പാർക്കിലേക്കുണ്ടായിരുന്നു. അതിരാവിലെ ആരംഭിച്ച പൊതുദർശനം അതിരാവിലെ മുതൽ വലിയ തോതിൽ ജനങ്ങൾ ഈ രാമചന്ദ്രന് അന്തിമോപചാരം അർപ്പിക്കാൻ ഇങ്ങോട്ട് എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പൊതുദർശനം നീണ്ടു പോവുകയായിരുന്നു. ഇപ്പോഴും ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ വലിയ ക്യൂവായി നിരനിരയായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പൊതുദർശനം 9:45 ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇപ്പോൾ പൊതുദർശനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി മാമ്പങ്കലത്തെ വീട്ടിലേക്കാണ് ഈ മൃതദേഹം കൊണ്ടുപോവുക. അവിടെയാണ് മറ്റ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. സംസ്കാരം ഇടപ്പള്ളിയിലെ ശ്മശാനത്തിലാണ്. അത് 12 മണിയോടുകൂടിയാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി 10 മണി മുതൽ നടക്കുന്ന സംസ്കാര ചടങ്ങുകളിൽ, അത് മതാചാര പ്രകാരം നടക്കുന്ന ആ ചടങ്ങുകൾ അത് കുടുംബം മാത്രം പങ്കെടുക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങുകൾക്ക് വേണ്ടി മൃതദേഹം ഇവിടെ നിന്ന് ഇപ്പോൾ പൊതുദർശനം അവസാനിപ്പിച്ച് മാറ്റുകയാണ്. പ്രമുഖരുടെ ഒരു നീണ്ട നിര തന്നെ ഈ പൊതുദർശനത്തിൽ രാമചന്ദ്രന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഈ ഇടപ്പള്ളിയിലെ ചെങ്ങമ്പുഴ പാർക്കിലേക്ക് എത്തിയിരുന്നു. ഗവർണർമാരായ രാജേന്ദ്ര ആർലേക്കറും ഒപ്പം തന്നെ ഗോവ ഗവർണർ ശ്രീധരൻ പിള്ളയും ഇവിടേക്ക് എത്തിയിരുന്നു. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് വ്യവസായ മന്ത്രി പി രാജീവ് എത്തിയിരുന്നു. ഒപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾ എത്തിയിരുന്നു. ജയസൂര്യ അടക്കമുള്ള സിനിമാ താരങ്ങൾ എത്തിയിരുന്നു. സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു. ഒപ്പം തന്നെ വിവിധ മതമേലധ്യക്ഷന്മാർ ഇങ്ങോട്ട് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ കാര്യം, ഇത് ഒരു വ്യക്തിക്ക് നേരെയുണ്ടായതോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ നഷ്ടമോ അല്ല, രാജ്യത്തിൻ്റെ നഷ്ടമാണ്. രാജ്യം ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമയമാണ് ഭീകരതയ്ക്കെതിരെ എന്നുള്ളതാണ്. ഒപ്പം തന്നെ ആരതി എന്ന മകളുടെ മുൻപിൽ വച്ചാണ് രാമചന്ദ്രന് ജീവൻ നഷ്ടമാകുന്നത്. ഭീകരർ രാമചന്ദ്രന് നേരെ നിറയൊഴിക്കുന്നത്. അതിനുശേഷം ആരതി എന്ന മകൾ കാണിച്ച ഒരു ധൈര്യമുണ്ട്. കാശ്മീരിലെ അവിടെ പൂർത്തിയാക്കേണ്ട നടപടിക്രമങ്ങൾ ഓരോന്നും പൂർത്തിയാക്കുന്നതിലും അവിടെ നിന്ന് മൃതദേഹം കൊച്ചിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിലും ഒപ്പം തന്നെ കൊച്ചിയിലെത്തിയതിനു ശേഷം കുടുംബത്തെ സമാധാനിപ്പിക്കേണ്ട ഒരു ചുമതലയിലും എല്ലാ സ്ഥലത്തും ആ മകൾ കാണിച്ച ഒരു ധൈര്യത്തെ എല്ലാവരും എടുത്തു പറഞ്ഞു. അതിനുശേഷം ഈ സമൂഹത്തിലേക്ക് ആ മകൾ നൽകിയൊരു സന്ദേശമുണ്ട്. ആ മകളുടെ വാക്കുകളുണ്ട്. ആ വാക്കുകളെ തന്നെയാണ് ഇന്ന് ഇവിടെ എത്തി ഈ ചെങ്ങമ്പുഴ പാർക്കിലെ പൊതുദർശനം അവസാനിക്കുകയാണ്. ഇനി മാമംഗലത്തെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് മൃതദേഹം. അവിടെ ബന്ധുക്കൾക്ക് വേണ്ടി മാത്രമായിരിക്കും പൊതുദർശനം. ഉച്ചതിരിഞ്ഞ് 12 മണിക്ക് കൊച്ചിയിൽ മൃതദേഹം സംസ്കരിക്കും. ഒരു രാജ്യത്തിൻ്റെ നീറുന്ന നടുക്കുന്ന ഓർമ്മയായി രാമചന്ദ്രൻ മാറുകയാണ്. അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് ഒഴുകിയത്. ഇന്ന് രാവിലെ 7 മണി മുതൽ ഈ ചെങ്ങമ്പുഴ ഇടപ്പള്ളി ചെങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനമായിരുന്നു. ഇപ്പോൾ മൃതദേഹം തോളിലേറ്റി വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ്. ഒരുപക്ഷെ നീരാഞ്ജനത്തിൽ അദ്ദേഹത്തിൻ്റെ പാദപതനങ്ങൾ കൊണ്ട് സമ്പന്നമായ നീരാഞ്ജനം എന്ന വീട് ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം അല്പസമയത്തിനകം ഏറ്റുവാങ്ങും. മാമംഗലത്തെ നീരാഞ്ജനത്തിൽ മൃതദേഹം ബന്ധുക്കൾക്ക് വേണ്ടി മാത്രം അവർക്ക് ആദരാഞ്ജലി അർപ്പിക്കാനായി ചുരുക്കും. മാത്രമല്ല ആയിരക്കണക്കിന് ജനങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു കഴിഞ്ഞു. കണ്ണീരോർമ്മയായി മാറിയ രാമചന്ദ്രൻ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോൾ മാമംഗലത്തേക്ക് യാത്രയാകും.